ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങൾ സകലതും പൊട്ടിപ്പുറത്തു വരാൻ പോകുന്ന ഒരു വിശേഷമാണിത്. ആദർശിന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ ആദർശിനെ കുറിച്ച് ഇതുവരെ പഴി പറഞ്ഞുകൊണ്ടിരുന്ന നവ്യയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഒക്കെ നല്ലൊരു തിരിച്ചടിയും കിട്ടുന്നുണ്ട്. അഭിയുടെ നാവിൽ നിന്നും തന്നെ നവ്യ സത്യങ്ങളെല്ലാം അറിയുന്നതോടുകൂടി നവ്യ അഭിയെ ശരിക്കും എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിത് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. അങ്ങനെ ചന്തമുള്ള അനന്തപുരിയിൽ എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴും അവിടെ അനാമികയും ജാനകിയും ജലജയും ഒക്കെ വെറുപ്പും അകൽച്ചയും ഒക്കെയാണ് ആ കുഞ്ഞിനോട് കാണിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആണെങ്കിലും ചന്തമോളില്ലാതെ ഇപ്പൊ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവന്റെ ജീവനായിട്ടുള്ള ചന്തമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഭയമുണ്ട്. ചന്തമോളുടെ ജീവന ഭീഷണി എന്ന് പറയുന്നത് ഇപ്പൊ അഭിയാണ്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞെന്ന് അവന് സൂചന കിട്ടുകയാണെങ്കിൽ ചന്തമോളെ വകവരുത്താൻ പോലും അഭി മടിക്കില്ലെന്നുള്ള കാര്യം മുത്തശ്ശന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണമെങ്കിൽ സത്യങ്ങളൊന്നും ഇപ്പൊ ആരും അറിയരുതെന്ന് മുത്തശ്ശൻ തീരുമാനിക്കുന്നത്. തൽക്കാലം ആദർശിന്റെ കുഞ്ഞ് തന്നെയാണ് ചന്തമോളെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ എന്ന് തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ. പിന്നീട് ആദർശിനെ കൊണ്ടും സമ്മതിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആദർശ് DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ അഭിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ അഭിയാണെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതി എല്ലാവരുടെയും മനസ്സിലിങ്ങനെ വിഷം കുത്തിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ നന്ദു ആണെങ്കിലും അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. നവ്യാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആദർശിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നവ്യ സംസാരിക്കുമ്പോൾ നന്ദുവിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക തന്നെയാണ് നന്ദു ചെയ്യുന്നത്. കാരണം ആദർശിനെ അനിയെപ്പോലെയും നയനെപ്പോലെയും ഒക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ മറ്റൊരാളാണ് നന്ദു. ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്ന് പറയുമ്പോഴും നന്ദു ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ആദർശേട്ടനാണെങ്കിൽ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യില്ല. ഇനി ചെയ്താൽ തന്നെ ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തിന് ഒരിക്കലും തയ്യാറാവുകയില്ലെന്നൊക്കെ വിശ്വസിക്കുകയാണ് നന്ദു. നന്ദുവിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്ത് ആദർശനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നന്ദു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സത്യങ്ങളൊന്നും ഇപ്പൊ പുറത്തു പറയാറായിട്ടില്ലെന്നും കുറച്ചു നാളും കൂടെ കാത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയുമെന്നുള്ളൊരു ഉറപ്പ് നന്ദുവിന് കൊടുക്കുകയാണ് ആദർശ്. പിന്നീട് ഈ നന്ദു ആണെങ്കിൽ ചന്തുമോളെ കാണാനുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. നയന വീഡിയോ കോളിലൂടെ ചന്തുമോളെ കാണിച്ചു കൊടുക്കും. ചന്തുമോളുടെ ആ ഒരു ക്യൂട്ട്നെസ്സും സംസാരവും ഒക്കെ കാണുമ്പോഴത്തേക്കും നന്ദുവിന് ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് ചന്തുവിനെ. എന്നാൽ ഈ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ അനിയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അനാമിക പിന്നീട് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ്. അനാമിക വന്നിട്ട് അതിന്റെ പേരിൽ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി പറയും. അനിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അനിയുമായിട്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നയന വീഡിയോ കോൾ ചെയ്തത് നന്ദുവിനെ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. ഇതെല്ലാം ജാനകിയുടെ ചെവിയിലെത്തുമ്പോൾ ജാനകി ആണെങ്കിലും അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനെ കണക്കിന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ചന്തുമോളെന്ന് പറയുന്നവള് നിന്റെ സ്വന്തം കുഞ്ഞൊന്നുമല്ല. ഏട്ടത്തിയാണെങ്കിലും നിന്നെ സ്വന്തം മരുമകളായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടി ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന, ഇറങ്ങി പൊക്കൂടേടി എന്നെല്ലാം ജാനകി പറയുന്നത് കേട്ടിട്ട് നയനയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീടായതുകൊണ്ടാണെന്നും ഇവിടെയുള്ള കാലം ഞാൻ ഇവിടെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു ബോധം എനിക്ക് ഉള്ളതുകൊണ്ടും ഞാൻ എവിടെയും പോവില്ലെന്ന് തന്നെ പറയുകയാണ് നയന. നയനയുടെ ആ ഒരു മറുപടി കേൾക്കുമ്പോൾ ദേവേനിക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. മനസ്സിൽ കൈയടിക്കുന്നുണ്ട്. ഞാനോ നീയോ ഒക്കെ പുറത്തു പോയാലും എൻ്റെ മരുമകളെ പുറത്താക്കാമെന്ന് നീയൊന്നും ഒരിക്കലും കരുതണ്ടെന്ന് ദേവേനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അനന്തപുരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന നന്ദു ആണെങ്കിൽ ആദർശേട്ടൻ നിരപരാധി ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. നാട്ടിലാണ് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എങ്കിൽ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തെളിയിക്കുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതേസമയം നയന പറയുന്നുണ്ട് കേട്ടോ, ചില നേരത്തുള്ള നവ്യേച്ചയുടെ സംസാരവും എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഇപ്പൊ ആദർശേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ ചേച്ചി. അഭിയെ നല്ലവനാക്കിയും ആദർശേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നവ്യേച്ചയുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്കങ്ങോട്ട് കാല് മുതൽ പെരുത്ത് വരും. ഇനി നവ്യേച്ചയെന്നല്ല, ആദർശേട്ടനെ ആര് കുറ്റം പറഞ്ഞാലും എനിക്കത് സഹിക്കില്ല. ഇതേസമയം ആരൊക്കെ തെറ്റുകാരനായി തന്നെ ചിത്രീകരിച്ചാലും അത് തനിക്ക് കുഴപ്പമില്ലെന്നും ദേവയാനി തന്നെ വിശ്വസിക്കാത്തതിനുള്ള സങ്കടം ആദർശ് തുറന്നു പറയുമ്പോൾ നയന ആദർശിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആദർശേട്ടൻ മോശക്കാരനാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും തെറ്റോ പിഴവോ ആദർശേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ആദർശന് നേരെ വന്നല്ലോ, അത് എന്നെയും വിഷമിപ്പിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അമ്മയ്ക്കിപ്പോൾ വിഷമം. ഞാൻ വിഷമിക്കുന്നതാണ് അമ്മയ്ക്കിപ്പോൾ ഏറ്റവും സങ്കടം. അതുകൊണ്ടും കൂടെയാണ് അമ്മ ആദർശേട്ടനെ കണ്ണടച്ച് കുറ്റപ്പെടുത്തുക. അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ. ഒരു സമയത്ത് ഇതെല്ലാം തെളിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പിന്നീട് എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നത്. അന്നേരം എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ജലജയ്ക്കാണെങ്കിൽ നവ്യയോടുള്ള വെറുപ്പ് കൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. എന്നിട്ട് എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കുഞ്ഞായിരുന്നു ഈ വീട്ടിലേക്ക് ആദ്യം കയറി വരേണ്ടിയിരുന്നത്. എന്നിട്ട് അതിനൊക്കെ പകരം അതിനു മുമ്പേ ഒരു അസുരത്തിനെ ഇവിടെ കൊണ്ട് നിർത്തി എവിടുന്നോ വിളിച്ചു കയറ്റിക്കൊണ്ടു വന്ന പെണ്ണല്ലേ. അവളുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് ആർക്കറിയാം. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി പ്രത്യേകം കരുതൽ വേണം. ആരുമില്ലാത്തപ്പോൾ ഇവള് കുഞ്ഞിനെ വന്ന് ഉപദ്രവിക്കില്ലെന്ന കാര്യം കണ്ടു. എന്തായാലും എൻ്റെ മകൻ്റെ ചോരയല്ലേ, അതിനെ ഉപദ്രവിച്ചാലേ എനിക്കിഷ്ടപ്പെടില്ല. മുത്തശ്ശന് ജലജയുടെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ തുറന്നു ചോദിക്കുന്നുണ്ട്, നേരത്തെ ഒന്നും നിനക്ക് നിന്റെ മകൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. നിന്റെ മകൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ നീ ശ്രമിച്ചിട്ടില്ലേടി. ഇപ്പം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ നിനക്ക് എവിടുന്നാ ഇത്ര വലിയ സ്നേഹം പൊട്ടിമുളച്ചത്? അതോ ഇനി ചന്തമോളോടുള്ള വെറുപ്പ് കൊണ്ട് നീ സ്നേഹം അഭിനയിക്കുന്നതാണോ? ഉടനെ ജലജ പറയും, അങ്ങനെയൊന്നും അല്ല അച്ഛാ. എന്തായാലും എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയല്ലേ ഇത്, മറ്റേത് എവിടെയോ കിടന്ന ഒരു പെണ്ണ്. എന്നാൽ മുത്തശ്ശൻ പറയും, അതെ, എവിടെയോ കിടന്ന പെണ്ണൊന്നുമല്ല, ഈ വീട്ടിലെ ഒരു അനന്തരാവകാശി തന്നെയാണ്. ഈ വീട്ടിലെ എൻ്റെ കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നാണ് അനഘ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ പുറത്തു നിന്നുള്ള കുട്ടിയാണ് ചന്തമോളെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അതുദ്ദേശിച്ച് ആ കുഞ്ഞിനെ ദ്രോഹിക്കാനും നിൽക്കണ്ട. ഉടനെ ജലജ, ആദർശിന്റെ കുഞ്ഞാണ് ഇതെന്ന് പറയാൻ അച്ഛൻ എന്തിനാ ഇത്ര മടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആദർശിന്റെ കുഞ്ഞാണ് ഇതെന്നുള്ളതിന് നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ജലജ കയ്യില്? ഇനി വേറെ തെളിവൊക്കെ എന്തിനാ അച്ഛാ? അവിടെ കൂടി നിന്നവരെല്ലാവരും പറഞ്ഞല്ലോ ആദർശിന്റെ കുഞ്ഞാണിതെന്ന്. പിന്നെ നിങ്ങൾ ആ വീട്ടില് ആദർശിന്റെ അനഘയുടെയും ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോയും കണ്ടല്ലോ. പോരാത്തതിന് ഈ കൊച്ചാണെങ്കിലോ ആദർശിന്റെ കയ്യിൽ പിടിച്ചല്ലേ അച്ഛാ അച്ഛാ എന്നും വിളിച്ചത്. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ആ തെളിവുകളൊക്കെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന്. കാശ് കൊടുത്താൽ ആരും എന്തും മാറ്റി പറയും, ആരും കൂടെ നിൽക്കും. അതൊക്കെയല്ലേ ഇന്നത്തെ അവസ്ഥ. ആദർശിന്റെ കുഞ്ഞാണ് അതെന്ന് പറയാൻ അവിടെ നിന്ന് ബന്ധുക്കൾക്ക് ആരെങ്കിലും പണം കൊടുത്താൽ മതിയല്ലോ. പിന്നെ അവിടെ കണ്ട ഫോട്ടോസിന്റെ കാര്യമാണെങ്കിൽ അത്തരത്തിലുള്ള എന്തെല്ലാം ഫോട്ടോകൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും, മോർഫ് ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ. അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തു വെച്ചതാണെങ്കിലോ ചന്തമോളോട് ആദർശിനെ കാണുമ്പോൾ അച്ഛാന്ന് വിളിക്കാനും ആയിരിക്കും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ അമ്മയുടെ കൂടെ ആദർശിന്റെ ഫോട്ടോ കൂടെ കാണുമ്പോഴേക്കും ആദർശാണ് തൻ്റെ അച്ഛനെന്ന് ചന്തമോളും വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഓടി വന്ന് ആദർശിന്റെ കയ്യിൽ കയറി പിടിച്ചതും. ഇതൊക്കെയല്ലേ തെളിവായിട്ടുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഇല്ലല്ലോ ജലജ. ജലജ അപ്പോഴും പറയും, ഇത്രയൊക്കെ തെളിവുകൾ പോരെ അച്ഛാ, ഇനിയിപ്പോൾ വേറെന്ത് തെളിവാ വേണ്ടത്? ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെന്നല്ലാതെ സത്യത്തെ മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ജലജയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആദർശനും നല്ല ദേഷ്യമാവുന്നുണ്ട്. ആദർശ് ജലജയ്ക്ക് ഒരു മുന്നറിയിപ്പ് പോലെ തന്നെ പറയും, വൈകാതെ തന്നെ ഞാൻ സത്യം എന്താണെന്ന് കാണിച്ചു തരാമെന്നും യഥാർത്ഥ തെളിവുമായിട്ട് തന്നെയായിരിക്കും ഞാൻ അന്ന് വരുന്നതെന്നും. അതുകൊണ്ട് നിങ്ങൾ അന്ന് ഇവിടെ തന്നെ കാണണം എന്നൊക്കെ ജലജയോട് ഇങ്ങനെ പറയുകയാണ് ആദർശ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അഭിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ആദർശേട്ടൻ്റെ ഇപ്പോൾ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. ഈശ്വര, ആ അനഘയാണെങ്കിൽ ഒന്നും മരിക്കുന്നുമില്ല. തെളിവുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇയാൾ വരികയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കായല്ലോ എന്നൊക്കെ ആലോചിച്ച് അഭിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അഭിയാണെങ്കിൽ ഇവിടെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ടെൻഷനോടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദർശ് എന്താണെങ്കിലും അവൻ്റെ ഭാഗത്ത് നിരപരാധിത്വം തെളിവ് സഹിതം തന്നെ കൊണ്ടുവന്ന് നിരത്തുമെന്നും കൂടെ കേൾക്കുമ്പോഴേക്കും അഭിക്ക് പിന്നീട് യാതൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഭിയും കൂട്ടുകാരായിട്ടുള്ള ഗുണ്ടകളെയൊക്കെ വിളിച്ചിട്ട് ഭാവിയിൽ ഒരു ദോഷവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിശ്ചലമായിട്ട് കിടക്കുന്ന അനഘയെ കൊല്ലാൻ വരെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട്. ഭാവിയിൽ അവളെങ്ങാനും എണീറ്റ് വരുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ആദർശേട്ടൻ കൂടുതൽ തെളിവുകളൊക്കെ കൊണ്ടുവരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അവൻ എന്തെങ്കിലും DNA ടെസ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അതങ്ങോട്ട് ഇല്ലാതാക്കണം. പിന്നെ ആദർശവും അനഘയും ഒരുമിച്ചുള്ള ആ ഫോട്ടോസ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ആദർശിൻ്റെ കുട്ടി തന്നെയാണ് അതെന്ന് എല്ലാ ബന്ധുക്കളും പറയണം. അങ്ങനെയൊക്കെ ചെയ്ത ആദർശിൻ്റെ തലയിൽ തന്നെ ആ കുഞ്ഞിൻ്റെ പിതൃത്വം നമുക്ക് കെട്ടിവെക്കാനും സാധിക്കും. പിന്നെ നിങ്ങളുടെ വായിൽ നിന്നും ഈ സത്യങ്ങളൊന്നും ഒരിക്കലും ആരും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ എനിക്ക് ഈ അനന്തപുരി തറവാട്ടിൽ സ്ഥാനമില്ല, ജ്വല്ലറികളിൽ സ്ഥാനമില്ല, എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഞാൻ. ഏതായാലും ഭാവിയിൽ കുരിശാകാൻ പോകുന്ന അനഘയെ നിങ്ങൾ തീർത്തേക്കാൻ തന്നെ അഭി കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗുണ്ടകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് അഭി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അത് വേറൊന്നുമല്ല, എല്ലാം കേട്ടുകൊണ്ട് മുറിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു നമ്മുടെ നവ്യ. അഭി ഗുണ്ടകളുമായിട്ട് സംസാരിച്ചതെല്ലാം നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം അഭിയുടെ നാവിൽ നിന്നും തന്നെ കേട്ടറിയുന്ന നവ്യ ഞെട്ടി തകർന്നുകൊണ്ടായിരുന്നു അവിടെ നിന്നിരുന്നത്.
ശേഷം അഭിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പൊ നീയായിരുന്നല്ലേടാ എല്ലാം ചെയ്തത്, ഇതിന് പുറകില് നീയായിരുന്നല്ലേ? നീ ഒരു മനുഷ്യൻ തന്നെയാണോ? ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ പറ്റിയടാ? നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലേ ചന്തുമോള്, എന്നിട്ടും അതിനെ ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നീ നോക്കിയത്? ആദ്യം മുതൽ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ നീ ഇത്രയും ക്രൂരതകളൊക്കെ കാണിക്കുമെന്ന് ഞാൻ പോലും ചിന്തിച്ചില്ല. നിന്നെ ഒത്തിരി അധികം വിശ്വസിച്ച് എന്നെ നീ പറ്റിക്കുകയായിരുന്നു അല്ലേടാ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തൊട്ടല്ലേ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? അപ്പോൾ ആ അനഘ ഈ രീതിയിൽ ഇങ്ങനെ കിടപ്പിലായത് അതും നീ കാരണമാണല്ലേ? മുത്തശ്ശനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോയപ്പോൾ ആ കുട്ടിയെ നീ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതാണല്ലേ? അതൊന്നും പോരാഞ്ഞിട്ട് ആ പാവ ആദർശേട്ടൻ്റെ തലയിൽ ഇല്ലാത്ത കുറ്റം ചുമത്തി നീ എൻ്റെ നയനയുടെ ജീവിതം കൂടെ തകർക്കാൻ ശ്രമിച്ചു. പാവം ആദർശേട്ടൻ, ആ മനുഷ്യനിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ആകെ നാണം കെട്ടാ ജീവിക്കുന്നത്. ഞാൻ പോലും പല പ്രാവശ്യം ആദർശേട്ടനെ കുറ്റപ്പെടുത്തി നയനയെ വേദനിപ്പിച്ചു. എല്ലാത്തിനും കാരണം നീയാടാ. നീ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ഇനി എനിക്ക് നിന്റെ മുഖം കാണുകയോ വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യ പൊട്ടിത്തെറിക്കുകയാണ് അഭിയുടെ മുമ്പിൽ. വൈകാതെ കാര്യങ്ങളെല്ലാം അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അഭി തന്നെയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛനെന്നും ആദർശ് നിരപരാധിയാണെന്നും തെളിവ് സഹിതം തന്നെ എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് ആദർശ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്